പോലീസ് വേഷങ്ങളിൽ ഫേവറേറ്റ് ആയിട്ടുള്ളത് ഉറപ്പായിട്ടും ആദ്യം കണ്ണ സ്കൂളിൽ ചെയ്യാൻ തന്നെ നമുക്കൊക്കെ അറിയാം. എടാ വേറെ ആരെങ്കിലും ചെയ്ത് പോട്ടടാ, എനിക്ക് ബിസിനസ് ഞാൻ കയ്യും കാലം പിടിച്ച് അള്ളിപ്പിടിച്ച് ഞാൻ വാങ്ങിയതായിരുന്നു. നമ്മൾ സുരാജന്റെ അടുത്ത് പറഞ്ഞു, സുരാട്ടൻ ഇതുപോലെ തന്നെ ഇവിടെ കിടക്കുന്ന സോഫയിൽ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫ് പൂർണ്ണമായിട്ട് കിടന്ന് ഉറങ്ങിയ സ്ക്രിപ്റ്റ് അത്. എല്ലാവരും താങ്കളെ കണ്ടാൽ ചോദിക്കുന്നത് കണ്ണൂർ സ്ക്വാഡ് രണ്ടിനെ പറ്റിയിട്ടായിരിക്കും. എന്തെങ്കിലും ഉണ്ടോ? ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അല്ല ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ചെറിയ തോലും ഇങ്ങനെ മമ്മൂക്കടുത്ത് ഇങ്ങനെ ഒരു പരിപാടിയൊക്കെ ഒന്ന് പറഞ്ഞു. അപ്പോൾ അത് ഒരു എന്താ പറയുക, റോബിയൊക്കെ വരണം. റോബിയൊക്കെ ഇപ്പോൾ ഷൂട്ടിലാണ്. റോബി ഇപ്പോൾ മറ്റേ ചാക്കോച്ചൻ്റെ പടം മാറ്റൻ ചേട്ടൻ ചെയ്യുന്ന പടത്തിൽ ചാക്കോച്ചൻ അഭിനയിക്കുന്ന പടത്തിൽ പുള്ളിയൊക്കെ അവിടെ ഷൂട്ടിലാണ്. അപ്പോൾ ഒരു വിട്ടുന്ന് എനിക്ക് മെയ് മാസം അവസാനം കണ്ട് പോയതാണ്. പിന്നെ അങ്ങോട്ട് വന്നിട്ടില്ല. അപ്പോൾ പുള്ളി വന്നിട്ട് ജൂലൈ പകുതിക്ക് വന്ന് ഇനി എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമുക്കൊന്ന് അറിയണം. പിന്നെ മമ്മൂക്കൊപ്പം എനിക്ക് വേണം, പുള്ളി ചെന്നൈയിലാണ്. ധനുഷിൻ്റെ പടം, രാജ്കുമാർ പെരിയ സംസാറിൻ്റെ പടത്തിൽ അവിടെ ഷൂട്ടിലാണ്. അവരൊക്കെ വന്നു കഴിഞ്ഞിട്ടാണ് അതിന്റെ കാര്യങ്ങൾ എന്താണ് പറയാൻ പറ്റും. പോലീസ് വേഷങ്ങൾ ഇപ്പം മലയാളത്തില് ഒരുപാട് രസമുള്ള, ഇപ്പം ഒടുവിൽ ബാലനിൽ നോക്കുകയാണെങ്കിൽ തന്നെ ജീൻ പോൾ ലാലിന്റെ ഒരു പോലീസ് വേഷം വരുന്നുണ്ട്. അത് നമ്മൾ ഇതുവരെ കാണാത്ത ഷെയ്ഡിലുള്ള ഗിരീഷ് ഷെയ്ഡി അതിനകത്ത് വേറൊരു ടൈപ്പ് പോലീസുകാരനായി വരുന്നുണ്ട്. പിന്നെ വേറെയും പോലീസുകാരുണ്ട്. ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ തൊണ്ടു മുതൽ ദൃക്സാക്ഷിയൊക്കെ തൊട്ട് നോക്കുകയാണെങ്കിൽ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള പോലീസുകാർ വരുന്നുണ്ട്. ഞാനും ഇങ്ങനെ ജസ്റ്റ് നോക്കുന്ന സമയത്ത് ഒറിജിനൽ പോലീസുകാർ തന്നെ വരുന്നുണ്ട്. അവരൊക്കെ മറ്റു സിനിമകളിലും ഡിഫറെന്റ് പോലീസായി വരുന്നുണ്ട്. ഞാൻ ഇങ്ങനെ നോക്കുന്ന സമയത്ത് കരിയറിൽ ഒരുപാട് പോലീസ് വേഷങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ്. പിന്നെ ഈ ലാസ്റ്റ് നോക്കുകയാണെങ്കിൽ ഡിറ്റക്റ്റീവ് വിജുവൽ നോക്കുകയാണെങ്കിൽ ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള ഒരു പോലീസുകാരനായിരുന്നു. പോലീസുകാരൻ്റെ ഒരു മുറുക്കോ ഇല്ലാത്ത ഒരാളായിരുന്നു, പേടിയും ഒക്കെ ഉള്ള ഒരാളായിരുന്നു. അപ്പൊ ഈ ഒരുപാട് പോലീസ് വേഷങ്ങൾ ചെയ്തതിൽ നിന്ന് ഇനി പോലീസ് വേഷങ്ങൾ വരുമ്പോൾ, പക്ഷെ കണ്ണൂർ സ്ക്വാഡിലെ ആള് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറെ ഇഷ്യൂസിൽ കടന്നു പോകുന്ന പോലീസുകാരനാണ്. നമുക്കൊരു ഷാഹി കബീർ ചിത്രങ്ങളിലെ പോലീസുകാരുടെ ഒക്കെ പോലെ തോന്നുന്ന ഒരു സംഭവമാണ്. അപ്പോ ഷാഹിയുടെ പടങ്ങളില് ഒരു സമാധാനമില്ലാത്ത പോലീസുകാരായിരിക്കും പറയൂലോ. ഇമോഷണൽ ഡ്രാമയുടെ പരിപാടി, ഗംഭീര പരിപാടികളല്ല, എല്ലാവർക്കും പെർഫോം ചെയ്യാനുണ്ടാവില്ല. അപ്പോൾ ഇത്രയും ചെയ്തിട്ടുള്ള, ഇപ്പൊ സ്വന്തമായിട്ട് ചെയ്തിട്ടുള്ള പോലീസ് വേഷങ്ങളിൽ ഫേവറേറ്റ് ആയിട്ടുള്ളതൊക്കെ ഏതായിരിക്കും? ഉറപ്പായിട്ടും ആദ്യം കണ്ണൂർ സ്കൂളിൽ ചെയ്യാൻ തന്നെയാണ്. അതല്ല എനിക്ക് ജീവിതം ഉണ്ടാക്കി കൂടിയാണ്. അല്ല, അത് എഴുതുമ്പോ ഞാൻ എനിക്ക് മറ്റെന്താ പറയാ, എഴുതുമ്പോ എനിക്ക് എന്നെ ബൂസ്റ്റപ്പ് ചെയ്താണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. കാരണം നമ്മൾ ആദ്യം മമ്മൂക്കയിലോട്ട് എത്തുന്ന പ്രതീക്ഷ നമുക്കില്ല. നമ്മൾ സുരാജന്റെ അടുത്ത് പറഞ്ഞു, സുരാട്ടൻ ഇതുപോലെ തന്നെ ഇവിടെ കിടക്കുന്ന സോഫയില് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫ് പൂർണ്ണമായിട്ട് കിടന്ന് ഉറങ്ങിയ സ്ക്രിപ്റ്റ് അത്. സുരാട്ടൻ കിടന്ന് ഉറങ്ങി. സുരാജന്റെ സുഹൃത്തുണ്ട്, പുള്ളിയുടെ പേരെനിക്ക് ഓർമ്മയില്ല. അതെന്താ കാര്യം വെച്ചാല്, അന്ന് നമ്മൾ പറയുമ്പോൾ ഈ സെക്കൻഡ് ഹാഫില് അന്ന് നമ്മൾ പറയുന്നതിൽ ജയൻ കൈക്കൂലിക്കാരനല്ല, നമ്മൾ പിടിക്കാൻ പോകുന്നു. അത് ഇവര് പറഞ്ഞിട്ടുള്ള ഈ തൃക്കാപ്പൂർ നടന്നിട്ടുള്ള കുപ്രസിദ്ധമായ കൊലപാതകത്തിന്റെ ഈ ചുരുളഴിച്ചവർ നടത്തിയിട്ടുള്ള ആ മാൻ ഹണ്ടിന് അവർ പോയുള്ള പ്രൊസീജിയർ അങ്ങനെ തന്നെ നമ്മൾ കോപ്പി പേസ്റ്റ് അടിക്കുക ചെയ്തത്. പിന്നെ എൻ്റെ സുഹൃത്തായ മാത്തുക്കുട്ടി സേവിയർ, ഹെലൻ്റെ ഡയറക്ടർ, അവന് ആൽഫ്രഡ് ഉണ്ട്, അവന് മെലൻ്റെ കോറൈറ്റർ. ഇപ്പം മാത്തു ആണ് എൻ്റെ അടുത്ത് പറഞ്ഞ, ചേട്ടാ നമ്മൾ ഈ യാത്ര ഭയങ്കര പ്ലെയിനാണ്, ഒരു പ്രശ്നമില്ല, 4 പേരും നമ്മൾ സുഖമായിട്ട് പോകുന്നു, അവിടെ ചെല്ലുന്നു, പിടിക്കുന്നു, വരുന്നു, പ്രശ്നങ്ങളില്ല കേട്ടോ, ഒരു പ്രശ്നമില്ല, ഒരു ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് വേണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, അതിപ്പോൾ ചേട്ടാ എങ്ങനെ ഉണ്ടാവും? ഞാൻ പറഞ്ഞു, പൊതുവെ സ്ക്വാഡുകാരെ പിരിച്ചുവിടാറ് പൊതുവെ കൈക്കൂലി വാങ്ങുമ്പോഴാണ്. പെർഫെക്റ്റ്, ഒരാളെ കൈക്കൂലിക്കാരനാക്കണം. അപ്പോൾ കൈക്കൂലിക്കാരനാവാനും പെർഫോം ചെയ്യാനുള്ള സ്കോപ്പ്, ഏറ്റവും കൂടുതൽ സ്കോപ്പ് ഞാനല്ല വരേണ്ടത്, കാരണം ഞാനാണല്ലോ എൻ്റെ പുറകെ പണിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ ആ കൈക്കൂലിക്കാരൻ ഞാനായി മാറി. മമ്മൂക്ക എൻ്റെ അടുത്ത് അവസാനം വരെ പറഞ്ഞത്, നീ കാസർഗോഡ് SP ആണ് എന്ന് വെച്ചാൽ കിഷോർ സാർ ചെയ്തില്ലേ, ആ ക്യാരക്ടർ എൻ്റെ അടുത്ത് എടുത്തോളാൻ പറഞ്ഞതാണ്. ഞാൻ എടുത്തില്ല, എനിക്കറിയാം ഇതാണ് ഏറ്റവും നല്ലതെന്ന്. ഇത് നമുക്കൊരു എന്താ പറയുക, സ്ക്വാഡിൻ്റെ ഭാഗമാണ്, മെയിൻ പ്രോട്ടഗണിസ്റ്റ് ആണല്ലോ. മറ്റേന്ന് വെച്ചാൽ അവർ ലീഡ് ചെയ്യണമല്ലോ. ബേസിക്കലി ഹണ്ടിന്റെ പുറകെ നടക്കുന്ന വെച്ചാൽ ബുദ്ധിമുട്ടുന്നവരാണല്ലോ നായകൻ. അതുകൊണ്ട് നമുക്കിതറിയാം, നമുക്കൊക്കെ അറിയാം. എടാ വേറെ ആരെങ്കിലും ചെയ്ത് പോട്ടടാ, എനിക്ക് ബിസിനസ് ഞാൻ കയ്യും കാലം പിടിച്ച് അള്ളിപ്പിടിച്ച് ഞാൻ വാങ്ങിയതായിരുന്നു. ഇപ്പൊ ഈ പോലീസുകാരുടെ ചില ഫണ്ണ് റോൾസ് ചെയ്യുമ്പോൾ, ഇപ്പൊ ഡിറ്റക്റ്റീവ് ജനറൽ പോലെയൊക്കെയുള്ള ഫണ്ണ് റോൾസ് ചെയ്യുമ്പോൾ അപ്പം എന്തെങ്കിലും ഒരു മീറ്റർ പിടിക്കണല്ലോ, ഇയാൾ പോലീസുകാരൻ ഭയങ്കര പേടി, എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം സത്യം പറഞ്ഞാൽ അത് അജ്ജു ഒക്കെ ചെയ്യേണ്ട ഒരു മീറ്റർ, അത് അജ്ജു ഒക്കെ ചെയ്യേണ്ട സാധനമാണ്. അജ്ജു ആണ് പൊതുവെ അവിടെ വരേണ്ടത്. അപ്പം ഞാനൊന്ന് ശരി മൊത്തത്തിൽ കോമാളി കളിക്കാം. അപ്പം ചിലയിടത്ത് മാത്രം ധ്യാനം എടുത്ത് പറയും, ചേട്ടാ ഒരു പൊട്ടിക്ക് കൂടുതലാണോ അതെന്ന്. കാരണം ഇത് ഇയാൾ കിടന്നിങ്ങനെ ആകെ കിടന്നൊരു ഉലച്ചിലാണല്ലോ. അപ്പം അങ്ങനത്തെ. പിന്നെ മാത്രമല്ല, എനിക്ക് പരിചയമുള്ള എടപ്പള്ളിയിലെ നമുക്ക് പരിചയമുള്ള ഒരു ചേട്ടൻ്റെ പരിപാടിയാണ്. ഒരു ബ്രോക്കറാണ്, പേര് പറഞ്ഞല്ലോ, പുള്ളിക്കറിയാം. അപ്പോൾ പുള്ളിയുടെ പരിപാടിയാണ് നമ്മൾ ഈ കോമ്പ്, കേരള കോമ്പ് ഡോക്ടറെ നമുക്ക് മറ്റിടത്ത് ഇങ്ങനെ ഒരു വാടക വീട്ടുണ്ട് കേട്ടോ. ആ വാടക വീട്ടിൽ പോയിട്ട് ഡോക്ടർ ഒന്ന് നോക്കുകയെന്നുണ്ടെങ്കിൽ ഒരു 12,000 വരണുള്ളൂ, കുഴപ്പം വരില്ല. 12,000. മറ്റേത് കഴിഞ്ഞിട്ട് നമ്മൾ മറ്റേ പുന്നക്കൽ ഭാഗത്തേക്ക് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ
അവിടെ ഒരു 10 രൂപയുടെ വീടുണ്ട്, അതൊരു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം അല്ലേ, ഒന്ന് പോയാലോ. പുള്ളി കറക്റ്റ് എന്ത് ചെയ്യും, പുള്ളിയുടെ വണ്ടിയുടെ പാർക്ക് ചെയ്തിട്ട് എൻ്റെ വണ്ടി കയറും. അല്ല അത് അപ്പോൾ അങ്ങനെ, അപ്പോൾ ആ പുള്ളിയുടെ മാൻഡ്രസ്സാണ് ഞാൻ ഇവൻ്റെ അടുത്ത് പറഞ്ഞിട്ട്, ഞാൻ ഡയറക്ടറിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ആക്കിയത്. അങ്ങനെ അപ്പോൾ അങ്ങനെയാണ്. അപ്പം ഇനി എല്ലാവരും താങ്കളെ കണ്ടാൽ ചോദിക്കുന്നത് കണ്ണൂർ സ്ക്വാഡ് 2 പറ്റിയിട്ടായിരിക്കും. എന്തെങ്കിലും ഉണ്ടോ? ഡിസ്കഷൻസ് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അല്ല ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ചെറിയ തോലും ഇങ്ങനെ മമ്മൂക്കടുത്ത് ഇങ്ങനെ ഒരു പരിപാടിയൊക്കെ ഒന്ന് പറഞ്ഞു. അപ്പോൾ അത് ഒരു എന്താ പറയുന്നത്, റോബിയൊക്കെ വരണം. റോബിക്ക് ഇപ്പോൾ ഷൂട്ടിലാണ്. റോബിക്ക് മറ്റേ ചാക്കോച്ചൻ്റെ പടം മാർട്ടിൻ ചേട്ടൻ ചെയ്യുന്ന പടത്തിൽ, ചാക്കോച്ചൻ അഭിനയിക്കുന്ന പടത്തിൽ പുള്ളിയൊക്കെ അവിടെ ഷൂട്ടിലാണ്. അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് എനിക്ക് മെയ് മാസം അവസാനം കണ്ട് പോയതാണ്, പിന്നെ അങ്ങോട്ട് വന്നിട്ടില്ല. അപ്പോൾ പുള്ളി വന്നിട്ട് ജൂലൈ പകുതിക്ക് വന്ന് ഇനി എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ ഒന്ന് അറിയണം. പിന്നെ മമ്മൂക്കപ്പം എനിക്ക് വേണം, പുള്ളി ചെന്നൈയിലാണ്, ധനുഷിൻ്റെ പടം, രാജ്കുമാർ പെരിയ സംസാറിൻ്റെ പടത്തിൽ അവിടെ ഷൂട്ടിലാണ്. അപ്പോൾ അവരൊക്കെ വന്നു കഴിഞ്ഞിട്ടാണ് അതിൻ്റെ കാര്യങ്ങൾ എന്താണ് പറയാൻ പറ്റും. പിന്നെ പുതിയ പ്രോജക്ട്സ് എന്തൊക്കെയാണ് റോണിയുടെ? പുതിയ പ്രോജക്ട്സ് സത്യം പറഞ്ഞാൽ 2-3 ഇങ്ങനെ ഈ പറഞ്ഞ തന്നെ ബ്രോയിൻ കോട്ട് എന്ന് പറഞ്ഞിട്ട് അൽത്താഫിൻ്റെ ഒരു പടം ചെയ്തിരുന്നു. അത് ഈ പറഞ്ഞ പോലെ തന്നെ അത് ഡിലേ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതിൻ്റെ ഫിനാൻഷ്യൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായി വരണം. പിന്നെ ഒരു പടം ചെയ്തിരുന്ന ഒരു സ്റ്റാർട്ടപ്പ് കഥ എന്ന് പറഞ്ഞിട്ട്, അത് ഞാനും അമിത്തും സാഫ് ബോയും, അതുപോലെ ഒരു ഫണ്ണ്, ഇങ്ങനെ ഔട്ട് ആൻഡ് ഔട്ട് ഫണ്ണ് പരിപാടിയാണ്, പോലീസ് ക്യാരക്ടർ, അതും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ ബ്രോയിൻ കോട്ടിൽ ഞാനിതൊരു ചെയ്യാത്തൊരു സാധനം. പിന്നെ ഒരു പടം ചെയ്തിട്ട് നല്ലൊരു പടം, അത് പക്ഷേ നമ്മൾ കണ്ടില്ല, നെല്ലിക്കാമ്പൽ നൈറ്റ് റൈഡേഴ്സ്, അതൊക്കെ ഇന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള. പിന്നെ വേറെ പലതായിട്ട് ഇപ്പോൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു രാഹുൽ എന്ന് പറഞ്ഞിട്ടൊരു വിസിറ്റർ എന്നുള്ളൊരു സിനിമ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അത് നവ്യ, ഉറുഷേച്ചി, ധ്യാൻ, അതെ ഇപ്പോൾ ജൂലൈയിൽ മിഡിൽ തുറന്നു. പിന്നെ എനിക്ക് പിന്നെ പറഞ്ഞിരിക്കുന്നത് ജിസ്മോൻ്റെ പടമാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതിമനോഹരത്തിന്റെ ഒരു ഇടയ്ക്ക് പറഞ്ഞു, അതിമനോഹരത്തിന്റെ സെറ്റില് പോയതാണല്ലേ? അല്ല, ഞാൻ ജിസ്മോൻ എന്ന് പറഞ്ഞത് ജിസ്മോൻ ആസിഫ് അലി സിനിമയുടെ കാര്യം പറഞ്ഞു. അതിമനോഹരത്തിന്റെ സെറ്റ് ഞാൻ ലാൽ സാറിനെ കാണാൻ പോയത്. ഈ ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ്സ് മാറ്റി, അപ്പോൾ പുള്ളി തന്നെ പറഞ്ഞു, ലാൽ സാറിനെ പറഞ്ഞു, ഓ നന്നായി, അത് മോൻ പറഞ്ഞത് കറക്റ്റാണ്, മരുന്നുകളല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പ്രശ്നം വരുമല്ലോ, അത് നല്ല കാര്യമാണല്ലോ മോനെ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം നമ്മൾ അത്രയും കാര്യമായിട്ട് ഈ കാര്യങ്ങൾ നടത്തി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ കേൾക്കേണ്ടി വരുമ്പോഴുള്ള വിഷമം, പിന്നെ നമുക്കിതൊരു നമ്മൾ പറയില്ലേ, ഒരു വാണിംഗ് ആണ്. ഇനി ഭരണസമിതിയിലോട്ട് മത്സരിക്കാതിരിക്കുക, നമുക്കല്ലാതെ വർക്ക് ചെയ്യാമല്ലോ, എന്തിനാ ഭരണസമിതിയിലോട്ട്. എല്ലാവരും ഇപ്പം അങ്ങനെ കണ്ടു കഴിഞ്ഞാലും പിന്നെ ഈ ഒരു സ്ഥാപനം നടന്നു പോകാനേ. അല്ലല്ല, ഞാൻ അങ്ങനെയല്ല, ഞാൻ പറഞ്ഞു വെച്ചാൽ നമ്മളിപ്പോൾ ഒരു കമ്മിറ്റിയിലിരുന്നു ഇന്ന പ്രശ്നങ്ങൾ ചെയ്തു എന്ന് പറയുമ്പോഴാണ് നമുക്ക് വിഷമം വരുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ്, റോണിയെ വിളിച്ചു, റോണി ഒന്ന് ചെയ്തു പോയി, പിന്നെ റോണിയുടെ മുന്നിൽ വഴിയില്ല. നമ്മളവിടുത്തെ ഒരു ബംഗാളി മാത്രമാണല്ലോ. ബംഗാളി നമ്മൾ പുല്ല് ചെത്താൻ വിളിക്കുമ്പോൾ ചോദിക്കാറുണ്ട്, ആരാണ് പേര് നാളെന്ന് ചോദിക്കാറുണ്ടല്ലോ. നമ്മളൊരു ഒരാളെ വിളിക്കുന്നു, അയാളുടെ പരിപാടി തീർക്കുന്ന ആളെ വിടുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അങ്ങനെ വർക്ക് ചെയ്താൽ മതി. ബേസിക്കലി ഇത് എന്താണെന്നറിയോ, ഇത് പ്യൂർലി സർവീസ് ഓറിയൻറ്റഡ് ആണ്. നമുക്ക് ഒരുപാട് നമ്മൾ സമയം ചെലവിട്ട് വളരെ നമ്മൾ എന്താ പറയുക, നിസ്വാർത്ഥമായ സേവനം, പച്ച മലയാളത്തിൽ പറയാന്നുണ്ടെങ്കിൽ നമ്മളതിനകത്ത് അങ്ങനെ വർക്ക് ചെയ്താൽ മാത്രമേ അതിൻ്റെ ഒരു പ്ലഷർ കിട്ടുള്ളൂ. അത് ആ ഒരു ആസ്പെക്റ്റിൽ മാത്രമേ എന്നെ കാണാനും പറ്റുള്ളൂ. പക്ഷെ നമ്മളത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പഴയ മുമ്പ് താങ്ങുന്നില്ല. ഇപ്പം അതേ സമയത്ത് തന്നെ ഈ ലക്ഷറിയുടെ ഒരു കാര്യം കൂടി പറയുന്നുണ്ടായിരുന്നല്ലോ, ലൈക്ക് AMMൽ ഭയങ്കര ലക്ഷറി ആണ് എന്നുള്ളൊരു സംഭവം ഒരു സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഫുഡിന്റെയും മറ്റിന്റെ ഒക്കെ കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്കും അതിനകത്തൊരു ക്ലാരിറ്റി കിട്ടില്ല, അങ്ങനെ ഒരു കമന്റ് വന്നപ്പോൾ. എന്താ വെച്ചാൽ കുറേ വർഷങ്ങളായിട്ട് ഈ ഒറ്റപ്പാലത്തുള്ളൊരു കാറ്ററിംഗ് കമ്പനിയാണ് നമുക്ക് നമ്മുടെ കുടുംബസംഗമം, നമ്മുടെ JGBക്ക് തരുന്നത്. അപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞു എന്ന് വെച്ചാൽ നമ്മൾ ഈ 17-1-2 പേരല്ലേ ഭക്ഷണം കഴിക്കേണ്ടത്, അപ്പം നിങ്ങൾ ഇവിടെ ഞങ്ങൾക്ക് എക്സിക്യൂട്ടീവും കൂടി ഒന്ന് കവർ ചെയ്ത് തരണേ ഫ്രീ ആയിട്ടെന്ന് പറഞ്ഞപ്പോൾ അവർ കവർ ചെയ്തിട്ട് അവർ ഓക്കെ എന്ന് പറഞ്ഞു. ദൈവാധീനം. ഇവിടെ നമ്മൾ ലക്ഷറി കൂടുതലെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവരെ പറഞ്ഞു വിട്ട് 1-1.25 മുമ്പ് ജോയ്മത്തി ചേട്ടൻ ഉൾപ്പെടെ ആൾക്കാർ എടാ എന്തെങ്കിലും ഒന്ന് വാങ്ങിത്തടാ, സ്വിഗ്ഗി പറടാ എന്ന് പറഞ്ഞപ്പോൾ വയറ് പൊത്തിപ്പിടിച്ച് ഓടേണ്ട അവസ്ഥയായി. ഇതാണ് ഇപ്പോൾ അതിൻ്റെ എൻഡിങ് പ്രൊസീജിയർ ഉണ്ടായത്. അല്ലാതെ ഇപ്പോൾ ഏതൊരു സാധാരണ ബർത്ത്ഡേക്ക് പോയാലും ഒരു ബിരിയാണി, ഒരു ചപ്പാത്തി, ഒരു വെജിറ്റബിൾ സ്റ്റൂ, ഒരു ചിക്കൻ കൊണ്ടാട്ടമില്ലാത്ത ഒരു പരിപാടി ഞാൻ കണ്ടിട്ടില്ല. ഒരു സാലഡ്, ഇതൊരു ലക്ഷറിയാണോ? ഇതൊരു ലക്ഷറിയാണോ? ഇതല്ലാതെ മാരിറ്റിന്റെ കിച്ചൺ ഒറ്റയടിക്ക് വന്നിട്ട് മറ്റേ അമ്മയുടെ മുകളിൽ ഫുള്ള് സെറ്റ് ചെയ്തിട്ട് കമാൺ ആ പരിപാടി ഇല്ല. അത് ഇത്രേ നടന്നുള്ളൂ.